യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമ കേസിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, അതിരാവിലെ രാഹുലിന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കന്റോൺമെന്റ് പോലീസ് തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ വഞ്ചിയൂർ കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ. രോഹിണി, ഫസ്റ്റ് കോടതി വഞ്ചിയൂർ CGM 3 ആണ് ഈ കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് പരിഗണിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ടയിലെ വസതിയിൽ നിന്നും തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം 9:30 മണിയോടുകൂടി കണ്ടോൺമെന്റ് സ്റ്റേഷൻ എത്തിക്കുകയും അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്ന് ഫോർട്ട് ആശുപത്രിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. ഇന്ന് അതിരാവിലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ടയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമക്കേസിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ടിൻഡു, തുടരാം. രോഹിണി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നിലവിൽ പോലീസ് കണ്ടോൺമെന്റ് സ്റ്റേഷൻ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നിലവിൽ പോലീസ് കണ്ടോൺമെന്റ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഫോർട്ട് ആശുപത്രിയിൽ കൊണ്ടുവന്ന വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരം CGM 3 കോടതിയിൽ എത്തിച്ചത്. ഇവിടെ ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. സംഭവം നടന്ന സമയത്ത്, അതായത് കഴിഞ്ഞ 20-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഭവ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നിലവിൽ ഇപ്പോൾ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഗുരുതരമായ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. സംഘം ചേരൽ, അനധികൃതമായ സംഘം ചേരൽ, ഗൂഢാലോചന, പബ്ലിക് മുതൽ പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ സർക്കാരിന് അതുപോലെ തന്നെ പൊതുമുതലായി നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അന്ന് അതേ സമരത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷൻ SI, അതുപോലെ തന്നെ പൂജപ്പുര SI തുടങ്ങിയവർക്ക് പരിക്കു പറ്റിയിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളായ ഷീൽഡ്, ഹെൽമറ്റ് തുടങ്ങിയ ഉപകരണങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തല്ലിപ്പൊട്ടിച്ചിരുന്നു. അതുപോലെ തന്നെ ജലപീരങ്കിക്ക് ഉപയോഗിക്കുന്ന വരുൺ എന്ന വാഹനം, അതുപോലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ തുടങ്ങിയ വാഹനങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തല്ലി തകർത്തിരുന്നു. അതാണ്ട് ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളമാണ് ഇത്തരത്തിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ഈ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ കോടതിയിൽ പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയാണ് അന്ന് കേസെടുത്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമായിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു 20-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ കണ്ടത്. തുടർന്ന് VD സതീശനാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നടന്നത് സമാനതകളില്ലാത്ത സംഭവമായിരുന്നു. സെക്രട്ടേറിയറ്റ് മുന്നിൽ പലതവണ, ഏതാണ്ട് 6 തവണയോടെ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. പോലീസ് അവരുടെ ഏറ്റവും ക്ഷമയുടെ നെല്ലിപ്പലികയോളം കണ്ടതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നത്. പല ഘട്ടങ്ങളിലായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ മർദ്ദിച്ചു. പോലീസിന്റെ നെറ്റി പൊട്ടിയൊലിച്ചു, പോലീസിന്റെ ചുണ്ടുകൾ പൊട്ടിയൊലിക്കുന്ന സാഹചര്യം, പോലീസ് നേരെ കല്ലും അതുപോലെ തന്നെ വടിയും ഒക്കെ എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസിന്റെ ലാത്തികൾ തല്ലി ഒടിച്ചു കളഞ്ഞു. അത്തരത്തിലുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ സമാനതകളില്ലാത്തൊരു പ്രതിഷേധമായിരുന്നു 20-ാം തീയതി കണ്ടത്. അതിനുശേഷം DCC ഓഫീസിലേക്ക് VD സതീശന്റെ നേതൃത്വത്തിൽ മാർച്ച്. ആ മാർച്ചിലും വ്യാപക നഷ്ടങ്ങൾ സംഭവിച്ചു. പിങ്ക് പോലീസിന്റെ വാഹനം തല്ലി തകർക്കാൻ ശ്രമിച്ചു. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നു. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ കേസിൽ 1-ാം പ്രതി VD സതീശനാണ്. അതുപോലെ ഷാഫി പറമ്പിൽ, അതുപോലെ M വിൻസൽ MLA തുടങ്ങിയവരും ഇതിൽ പ്രതികളായി ചേർത്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 32 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. ഒരുപക്ഷെ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ റിമാൻഡിലേക്ക് പോകും. റിമാൻഡിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലാ ജയിലിലേക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റുക. രോഹിണി, ടിൻഡു, ഒരു കാര്യം കൂടി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതിക്ക് മുൻപാകെ തടിച്ചുകൂടിയിട്ടുണ്ടോ? രാവിലെ മുതൽ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടായിരുന്നു.
രോഹിണി, നിലവിൽ അതായത് നേരത്തെ ഫോർട്ട് ഹോസ്പിറ്റലിലേക്ക് ആശുപത്രിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിച്ചപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോടതിയുടെ പരിസരത്ത് അത്തരത്തിൽ പ്രവർത്തകരൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കോടതിയിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് ശേഷം ജാമ്യം ലഭിക്കുകയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിമാൻഡിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ DGPയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആയിരിക്കണം പ്രവർത്തകരെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കോടതി പരിസരത്ത് അത്തരത്തിലുള്ള ആരെയും കാണാനില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തകരെ ആരെയും കാണാനില്ല. നേരത്തെ DCC നേരത്തെ ഹസൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനെത്തിയിരുന്നു. ഈ സംഭവമെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും നാടകീയമായ അറസ്റ്റാണെന്നുമാണ് ഹസൻ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏത് നിമിഷവും തിരുവനന്തപുരത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ പോയത് അറസ്റ്റ് ചെയ്ത് പിടിവിട്ട പുള്ളിയോട് കാണിക്കുന്ന നയമാണെന്നും ഹസൻ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ PC വിഷ്ണുദാസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാരും ഈ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നില്ല. ഫോർട്ട് ആശുപത്രിയിലെ പ്രതിഷേധത്തിന് ശേഷം അവർ DGP ഓഫീസിന്റെ മുന്നിലേക്ക് ഉള്ള മാർച്ചിന് വേണ്ടി മടങ്ങിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.